ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ദിവസം കാണുവാൻ ദൈവം അനുവദിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പകലിലായിരിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അതാണ് ശരി എന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര മുഴുവനും. പിന്നത്തേതിൽ തിരിച്ചറിയും അത് ശരിയല്ലായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴും നമ്മുടെ ആത്മാഭിമാനം അത് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവവചനം പറയുന്നത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രയെന്ന് ശലോമോൻ തൻ്റെ സദൃശവാക്യത്തിൽ 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പല മരണവഴികളും നല്ല വഴികളായി പലർക്കും തോന്നാം. രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞേ അവർ ആ സത്യം മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ അതിന് ഒരു ഫലമോ ഗുണമോ ഉണ്ടാകത്തില്ല. വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ജീവൻ എന്നത് അല്ലെങ്കിൽ മരണവും ജീവനും ഒരു പ്രധാന വിഷയമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തീറ്റ കൊണ്ട് പക്ഷികൾ ചെന്ന് വലയ്ക്കകത്തകപ്പെടുന്നത് പോലെയാണ് പല മരണവഴികളും. നമ്മൾ ചിന്തിച്ചു പോലും കാണത്തില്ല. നല്ല ഉദ്ദേശത്തിൽ നമ്മുടെ സ്വയബുദ്ധിക്ക് എന്തോ നല്ലതെന്ന് പറഞ്ഞൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ വലിയ കെണിക്കകത്തായിരിക്കും പോയിപ്പെടുക. ജീവിതം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സന്തോഷം, സമാധാനവും പരിജ്ഞാനവും നിറഞ്ഞ ഒരു യഥാർത്ഥ ജീവിതം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ മരണമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ആത്മീകമായും ശാരീരികവുമായുള്ള അധപ്പതനം എന്നുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വ്യതിചലിച്ചു പോയാൽ അവൻ മരിച്ചവനെ പോലെയാകും. അതുകൊണ്ടാണ് വേദപുസ്തകം ഒരു ഭാഗത്ത് സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നത് മാനത്തോടെ ഇരിക്കേണ്ടുന്ന മനുഷ്യൻ അവൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. പ്രിയമുള്ളവരെ, നമ്മെ എല്ലാവരെയും ഈ ഭൂമിയിൽ പരിജ്ഞാനത്തോടെ, ജ്ഞാനത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇതൊക്കെ നിറഞ്ഞ ഒരു നല്ല ജീവിതം നയിക്കാനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ ആലോചിക്കാതെ, പോകാതെ, മനസ്സിലാക്കാതെ, അതിലൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടാതെ നമ്മൾ നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഈ അധപ്പതനം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചൊവ്വായി തോന്നുന്ന വഴികൾ, അതിലൂടെയാണ് സഞ്ചാരമെങ്കിൽ, അതെവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ ഇന്ന് പകലിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഒരു യൂ-ടേൺ എടുക്കുവാൻ ദൈവം ഒരവസരം കൂടി തന്നിരിക്കുന്നു. അതിനായിട്ട് ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരവസരം കൂടെ ദൈവം തരുന്നു. നഷ്ടപ്പെട്ടു പോയിട്ടില്ല, തകർന്നു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അനുഗ്രഹീതമായൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.